ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ രണ്ടാമത്തെ മത്സരത്തിന് വേണ്ടി നാളെയാണ് ഇറങ്ങുന്നത്. സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 4:30 ഈ ഒരു മത്സരം നടക്കുക. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് അക്കൗണ്ടിലാണ് നമുക്ക് ഈ ഒരു മത്സരം ലൈവ് ആയിക്കൊണ്ട് കാണാൻ സാധിക്കുക. ആദ്യ മത്സരത്തിൽ രാജസ്ഥാനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരുന്നു. ഇനിയിപ്പോൾ നാളത്തെ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം നിർബന്ധമാണ്. എന്നാൽ മാത്രമാണ് സെമി ഫൈനൽ സാധ്യതകൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ ഡേവിഡ് കാറ്റ്ല ഒരുപാട് പരീക്ഷണങ്ങളും മാറ്റങ്ങളും ഒക്കെ നടത്തിയിരുന്നു. സ്റ്റാർട്ടിംഗ് 11-ൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല താരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ നാളത്തെ മത്സരത്തിൽ ഏറ്റവും മികച്ച ഒരു 11 ഡേവിഡ് കാറ്റ്ല തിരഞ്ഞെടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ 3 വിദേശ താരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നാളത്തെ മത്സരത്തിൽ കൂടുതൽ വിദേശ താരങ്ങളെ അദ്ദേഹം ഉപയോഗപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും പ്രമുഖ മാധ്യമമായ ഫൂട്ടി ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാധ്യത 11 ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 4-2-3-1 എന്ന ഒരു ഫോർമേഷനാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നോറ ഫെർണാണ്ടസ് തന്നെയായിരിക്കും. പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നവോച്ച സിംഗും അതുപോലെ തന്നെ അമീർ അണവാഡയും വിംഗ് ബാക്കുമാരായിക്കൊണ്ട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ യുവാൻ റോഡ്രിഗസ്, വികാസ് യുമ്നം എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിപിൻ മോഹനൻ, ഡുഷാൻ ലഗാത്തോർ എന്നിവരെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ വിങ്ങർമാരായിക്കൊണ്ട് നോവ സദോയ്, കോറു സിംഗ് എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ നോവ സദോയ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ നമുക്ക് അഡ്രിയാൻ ലൂണയെ പ്രതീക്ഷിക്കാം. സ്ട്രൈക്കർ ആയിക്കൊണ്ട് കോൾഡോ ഒബിയറ്റി ആയിരിക്കും. ഇങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച 11 ഇറക്കും എന്നാണ് ഫൂട്ടി ഇന്ത്യ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇത് കേവലം ഒരു സാധ്യത മാത്രമാണ്. ഇനി ഡൽഹിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തോമസ് തോർസെ എങ്ങനെയാണ് താരങ്ങളെ ഇറക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഫൂട്ടി ഇന്ത്യ പറയുന്നത് 5-3-2 എന്ന ഒരു ഫോർമേഷനാണ് ഇവരിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് കരൺജിത്ത്, അതിനുശേഷം സന ടോംബ, സജി, റഫേൽ, റാഫി, ഗോഗു എന്നിവർ വരുന്നു. അതുപോലെ തന്നെ ആയുഷ് അധികാരി, ആന്ദ്രേ ആൽബ, ഇസാക്ക്, അഗസ്റ്റിൻ, ദേവേന്ദ്ര എന്നിവരെയാണ് ഡൽഹിയുടെ സ്റ്റാർട്ടിംഗ് 11-ൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് കേവലം സാധ്യതകൾ മാത്രമാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 11-മായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.